എനിക്ക് ശരിക്കും ഇപ്പോഴും അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ട്രൊമാറ്റിക് ആയിപ്പോവും. വളരെ ചെറുപ്പത്തിൽ തന്നെ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായി. ആൻഡ് അതേ ആളുടെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് ആക്ച്വലി ഞാൻ നന്നായിട്ടല്ല ഇരിക്കുന്നത്, എന്നെ കാണാനൊരു ഭംഗിയില്ല, എന്നെ കണ്ടാലൊരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെ വാപൊളപ്പി എന്ന് വിളിക്കും, അങ്ങനെ വിളിക്കുമായിരുന്നു. എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ബോഡിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ സ്കിന്നിലുള്ള ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ കംപ്ലീറ്റ് മേക്ക് ഓവറിലുള്ള ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉണ്ടായതാണ്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുണ്ടായതാണ്. പെട്ടെന്നൊരു ദിവസം ഇരുട്ട് വെളുത്തപ്പോൾ ഉണ്ടായതല്ല, ഗ്രാജ്വലി ഉണ്ടായൊരു പ്രോസസ്സാണ്. അത് എനിക്ക് സാധ്യമാവുമെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധ്യമാവുന്നൊരു കാര്യമാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നമ്മളുടെ ബോഡിയുടെ ഇൻസെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സെൽഫി പോലും എടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് കണ്ണാടിയിൽ നോക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ, തടിച്ചി എന്നുള്ള വിളി കേട്ട്, കറുത്തവൾ എന്നുള്ള വിളി കേട്ട്, നമ്മുടെ പല്ല് പൊന്തിയതാണെന്നും നമ്മുടെ മുഖം നിറച്ച് പാടുകളാണെന്നും നമ്മളുടെ ബ്രസ്റ്റിൻ്റെ സൈസ് വളരെ കൂടുതലാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ബോഡി ഷേമിങ് കേട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ല. ഞാനും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളുടെ നാഷണൽ ക്രഷ് എന്ന് വിളിക്കപ്പെടുന്ന രശ്മിക മന്ദന, ദീപിക പദുക്കോൺ, നമ്മളുടെ ദുൽഖർ സൽമാൻ, അനന്യ പാണ്ഡെ, ഇലിയാന ഡിക്രൂസ്, പിന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട സമാന്ത, ഇവരൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും ജീവിതത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസിപ്ലിൻസ് എടുത്തിട്ടുള്ളവരുമാണ്. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഈ ഇൻട്രോയിൽ എപ്പോഴും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു ഇമേജ് കൺസൾട്ടൻ്റ് ആണ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഈ ബോഡി ഇമേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പോൾ അതിന് കൺസൾട്ട് ചെയ്യുക, അതിനൊരു ഗൈഡൻസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പല സമയത്തും അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മുമ്പ് തോന്നിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് തന്നെ ഞാനതായി മാറിയപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസും എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ വളരെ ഓപ്പണായിട്ട് എന്നോട് പറയാവുന്നതാണ്. ചിലപ്പോൾ മറ്റുള്ളവർ വളരെ ചെറുതെന്ന് കണ്ട് വിട്ട് കളയാവുന്ന പല ഇഷ്യൂസും എനിക്ക് ആക്ച്വലി അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിന് വേണ്ട, എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റി പല സമയത്ത് പല തരത്തിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ബോഡിയുടെ കളറിന് വന്ന ചേഞ്ചിനെ പറ്റി, ബോഡിക്ക് മൊത്തത്തിലുണ്ടായ ചേഞ്ചിനെ പറ്റിയൊക്കെ. എനിക്ക് ആക്ച്വലി അതിന് മെയിനായിട്ട് ഞാൻ എങ്ങനെ ആ ജേർണിയിലൂടെ പോയപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ പറ്റി അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ ബോഡി ഡിസ്മോർഫിയ എന്നുള്ളത്. ബോഡി ഡിസ്മോർഫിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ബോഡി ഇമേജിനെ പറ്റിയുള്ള നമ്മളുടെ ഇഷ്യൂസ് കാരണം നമ്മൾ മെൻ്റലി ഭയങ്കര പ്രശ്നത്തിലായി പോകാവുന്ന ഒരു സിറ്റുവേഷനെയാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റർ സ്കിൻ ടോൺ ആയിരുന്നു. അതായത് കമ്പാരിറ്റീവ്ലി ഞാനൊരു ഫെയറർ സൈഡിൽ എന്നുള്ള രീതിയിലുള്ള സ്കിൻ ടോൺ ആയിരുന്നു എനിക്ക് വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ബിക്കോസ് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ആക്ച്വലി കുറേ അധികം ആൾക്കാർ ആക്ച്വലി ഡാർക്ക് സ്കിൻ ടോണിലാണ് ഉള്ളത്. അപ്പോൾ സോ കമ്പാരിറ്റീവ്ലി ഫാമിലിയിൽ കുറച്ച് കളറുള്ള ആൾ എന്ന നിലയ്ക്ക് എനിക്കൊരിക്കലും കളറിൻ്റെ പുറത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ കളറ് കാരണം തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ പല കാര്യങ്ങളിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നോട് ചെറുപ്പത്തിൽ എൻ്റെ പേരൻസ് ഉൾപ്പെടെ ചില സമയത്ത് പറയാറുണ്ട്, നിനക്ക് ആക്ച്വലി മെയിനായിട്ടുള്ളത് ആ കളർ മാത്രമാണ്. എന്നെക്കാളും ആക്ച്വലി നല്ലത് എൻ്റെ ബ്രദറാണ്. ബ്രദറിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം കുറച്ചും കൂടെ നല്ലതാണ്, അങ്ങനെ പല തരത്തിലുള്ള കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വാലിഡേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല തരത്തിൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് എനിക്ക് കളർ മാത്രമേ ഉള്ളൂ എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈവൻ എൻ്റെ ഫേസിൻ്റെ ഷേപ്പ്, എൻ്റെ ഫേസിലെ ഫീച്ചേഴ്സിൻ്റെ ഷേപ്പ്, എൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നല്ലതല്ല എന്നൊരു തോന്നൽ എല്ലായ്പ്പോഴും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഇഷ്യൂ ആക്ച്വലി കൂടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കൊരു ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിടത്തുനിന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായി. ആൻഡ് അതേ ആളുടെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് ആക്ച്വലി ഞാൻ നന്നായിട്ടല്ല ഇരിക്കുന്നത്, എന്നെ കാണാനൊരു ഭംഗിയില്ല, എന്നെ കണ്ടാലൊരു മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നു
എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ എൻ്റെ വാ തുറക്കുകയും നാവ് ചെറുതായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. അതെൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസിലെല്ലാം ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പല ആൾക്കാരും ആ ഒരു ടൈമിൽ എന്നെ വാ പൊളപ്പി എന്ന് വിളിക്കും, അങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ കേൾക്കുന്നുണ്ട്, അത് ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ കുറേ അത്തരം സാധനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആൻഡ് ആ സമയത്ത് എന്നെ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് അബ്യൂസിൻ്റെ അടുത്ത് കാണിച്ച അയാളും എന്നെ അങ്ങനെയായിരുന്നു വിളിക്കുന്നത്. അതായിരുന്നു എന്നെ മെയിനായിട്ട് എന്നെ വിളിക്കുന്ന ഒരു പേര്. പിന്നീട് ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ബോഡിക്കുണ്ടായ ഒരു ചേഞ്ചിനെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതെൻ്റെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ എനിക്കെൻ്റെ ബോഡിയോട് തന്നെ ഭയങ്കരമധികം പ്രശ്നങ്ങൾ തോന്നുമായിരുന്നു. ബോഡിയുടെ വളർച്ച, നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് കാരണം ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇത്തരം സാധനങ്ങളിൽ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് ഇത്തരം സാധനങ്ങൾ ഒരിക്കലും വേറെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല, എന്നോടിരുന്ന് പറഞ്ഞു തന്നിട്ടില്ല. ആൻഡ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ അപ്പം എനിക്ക് അത്തരത്തിലൊരു ഗൈഡൻസ് എനിക്ക് തരാത്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ബോഡി ആക്ച്വലി ഭയങ്കര ഒരു കുട്ടികളുടെ പോലത്തെ ബോഡിയാണെന്നാണ് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ബോഡി ഭയങ്കര വളർന്നിട്ടുള്ളൊരു വലിയൊരാളുടെ ശരീരമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയത്ത് എനിക്ക് ആക്ച്വലി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ എനിക്ക് കുറേ വഴക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇരിക്കുന്നത് ഞാൻ ശരിയല്ല, എൻ്റെ അടുത്ത് ഡ്രസ്സ് നന്നായിട്ട് നേരെ പിടിച്ചിടാൻ പറയും. ഈവൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, എല്ലാവരുടെയും മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഡ്രസ്സ് നന്നായിട്ട് പിടിച്ചിടാൻ പറയും. ഞാൻ എവിടെയെങ്കിലും പബ്ലിക്കിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് അങ്ങനെ ശ്രദ്ധിക്കാൻ പറയും. പക്ഷെ ഞാനതിലൊട്ടും ശ്രദ്ധ കൊടുക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോഡിയുടെ അത്തരമുള്ളൊരു ചേഞ്ചസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം സാധനങ്ങളുടെ ഒന്നും കെയർ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ ബോധപൂർവ്വം എല്ലാവരുടെ അടുത്തും കാണിച്ചുകൊണ്ടിരുന്നു. അമ്മ അത് പറയുന്ന സമയത്താണെങ്കിൽ കൂടി ഞാനതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സമയത്തൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ എൻ്റെ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. അതായത് ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഹൈറ്റ് ഉള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും എനിക്ക് ആക്ച്വലി ഹൈറ്റ് കുറവാണ്. എനിക്ക് 149 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതായത് 5 അടി പോലും ഇല്ല, അതിൽ താഴെയാണ് എൻ്റെ ഹൈറ്റ്. അത് മാത്രമല്ല, എൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കേർവിയാണ്. കേർവി ഇൻ ദ സെൻസ്, ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അതിനെപ്പറ്റി അവെയർ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി പറയാൻ പറ്റും എൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞത് അവർ ഗ്ലാസ് ബോഡി ഷേപ്പാണെന്നുള്ളത്. പക്ഷേ ആ സമയത്ത് എനിക്കത് അറിയുമായിരുന്നില്ല. എനിക്ക് ബോഡിയുടെ ഷേപ്പിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഗ്ലാസ് ബോഡി ഷേപ്പ് നോർമലി നല്ല ഹൈറ്റുള്ള ആൾക്ക് ആക്ച്വലി നല്ലതാണ്. ഹൈറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ബോഡി ഷേപ്പായിട്ട് തന്നെയാണ് കാണുക, ഒരു ഐഡിയൽ ബോഡി ഷേപ്പായിട്ടാണ് കാണുക. പക്ഷേ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബോഡി ഷേപ്പ് എപ്പോഴും വലിയൊരു ഭാരം പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അവർ ഗ്ലാസ് ബോഡി ഷേപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ വേസ്റ്റിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതായിരിക്കും. നമ്മുടെ അപ്പർ ബോഡിയും നമ്മുടെ ലോവർ ബോഡിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈൻ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊന്നും എന്നെ ആക്ച്വലി കൂടുതലും കുർത്തയിലൊന്നും കണ്ടിട്ടില്ലാത്തത്. ബിക്കോസ് കുർത്ത ഇടുന്ന സമയത്ത് എനിക്ക് ഒട്ടും ചേരാറില്ല. എൻ്റെ വേസ്റ്റ് ലൈൻ ആ ഒരു ഏരിയ വരുന്ന സമയത്ത് അത് ഭയങ്കര ചെറുതാണ്. അപ്പം ഞാൻ എന്തോ ഭയങ്കര ലോഹ ഇട്ടതുപോലെ, എനിക്കൊരു ബോഡിക്കൊരു ഷേപ്പ് ഇല്ലാത്തതുപോലെ ഒക്കെയാണ് ഇരിക്കുക. കേർവി ആയിട്ടുള്ള അവർ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ അപ്പർ ബോഡിയിലെ അപ്പർ ആം, ഈ ഒരു ആമിൻ്റെ ഭാഗത്ത്, അതായത് ആം ഫാറ്റ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ആം ഫാറ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ ബോഡിയുടെ ആക്ച്വലി ബാക്കിയുള്ള ഭാഗത്ത് ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നും, തീർത്തും ഒരു കേർവ് ഇല്ലാത്തതുപോലെ തോന്നും. അപ്പം ഞാൻ അവിടെ കേർവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബോഡിയുടെ ഭാഗത്തുനിന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മറ്റൊരു കാര്യം സംഭവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ നെക്ക് ലൈൻ പോർഷൻ ആക്ച്വലി ഭയങ്കരമായിട്ട് തുറന്നു വരും. എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബോഡിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ബോഡിയുടെ വിഡ്ത്ത്, അതായത് നമ്മുടെ കൈയും കാലും അപേക്ഷിച്ച് ബോഡിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആൻഡ് ഈ ബോഡിയുടെ വിഡ്ത്തിനുള്ളിൽ തന്നെ വേണം ബോഡിയുടെ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ പാർട്സും അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബേസിക്കലി എപ്പോഴും സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ബ്രാ ഇടുന്ന സമയത്താണെങ്കിൽ കൂടി ഈ ബ്രായുടെ ബാൻഡ് വിഡ്ത്ത് എനിക്ക് കുറവാണ് വേണ്ടത്. ഈ കുറവുള്ള സ്ഥലത്ത് നമ്മളുടെ നോർമലിയുള്ള കപ്സും വരണം. അപ്പം നോർമലി എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ്, അതായത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എപ്പോഴും ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് വരും. അതായത് ഇങ്ങനെയാണ് നിൽക്കുക. ആൻഡ് എനിക്ക് നോർമലി കുറച്ച് ക്ലീവേജ് ഉള്ള ഒരാളാണ്. ബിക്കോസ് എൻ്റെ ഈ മെയിനായിട്ട് ക്ലീവേജ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ബോഡി ഫാറ്റ് കൂടിയതുകൊണ്ടൊന്നും അല്ല,
അതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എൻ്റെ ബോഡിയിൽ ആക്ച്വലി സ്പേസ് ഇല്ല. അപ്പം നമ്മൾ ഇന്നേഴ്സൊക്കെ ഇടുന്ന സമയത്ത് ആ ഒരു ഭാഗം കുറച്ച് ടൈറ്ററായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നോർമലി അതെപ്പോഴും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് പോലെ ഉണ്ടാവും. ഈ ഒരു ഭാഗം കുറച്ചും കൂടെ ലൂസായിട്ടും ഉണ്ടാവും. ഈ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എനിക്കന്ന് ഡ്രസ്സപ്പ് ചെയ്യുന്ന കാര്യം ഭയങ്കര പ്രശ്നമായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ ഒരു ചെറിയൊരു ഡിബേറ്റ് പോലത്തെ ഒരു സാധനം ഞങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്യുകയാണ്. അപ്പോൾ 2 ബാച്ചസ് ഒരുമിച്ച് വന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ 2 ബാച്ചിലുള്ള ആൾക്കാരെ 2ആയി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി യൂണിഫോം വേണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റി ഡിബേറ്റ് നടത്താം. അപ്പോൾ ഏറ്റവും അവസാനം ഇവർക്ക് മറ്റ് പോയിന്റ്സ് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ ടീമിൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ളൊരു കുട്ടി, അതൊരു ചെക്കനാണ് അവൻ. അപ്പോൾ അവൻ എണീറ്റിട്ട് അവൻ പറയാണ്, ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുന്ന വീണയുടെ തന്നെ യൂണിഫോം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അത് കുറച്ച് വൾഗറായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് അങ്ങനെ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നതും എനിക്ക് എൻ്റെ ബോഡിയോടുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ ബോഡിക്ക് ആക്ച്വലി ഡ്രസ്സപ്പ് ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളൊക്കെ ഒരു ടീനേജ് പ്രായത്തിൽ ആക്ച്വലി നമ്മളെ ആൾക്കാരെ നോക്കുന്നതും നമ്മളുടെ അടുത്ത് അട്രാക്റ്റഡ് ആവുന്നതും അത്തരം കാര്യങ്ങൾ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കെല്ലായ്പ്പോഴും തോന്നുക എൻ്റെ ബോഡിയുടെ എന്തോ ഒരു പ്രശ്നം കാരണമാണ്, എൻ്റെ ബോഡിയോടുള്ളൊരു അട്രാക്റ്റീവ്നെസ് കാരണമാണ് അവരെ ആക്ച്വലി എന്നെ ശ്രദ്ധിക്കുന്നതും എന്നെ നോക്കുന്നതും എൻ്റെ അടുത്ത് നോർമലി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് പറയുന്നുള്ളതും എന്നാണ്. അതായത് അത് ബോഡിക്ക് എന്തോ ഒരു വൾഗാരിറ്റി ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായ പേടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കോളേജിലേക്ക് പോകുന്ന ഒരു ദിവസം, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകണം. അങ്ങനെയുള്ളൊരു ദിവസം ആക്ച്വലി ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആക്ച്വലി ഒരു ജീൻസും ഒരു കുറച്ച് ലോങ് കുർത്തായിട്ടുള്ളൊരു ടോപ്പുമാണ്. അതിട്ടിട്ട് ഞാൻ ഒരു വൈറ്റ് ടോപ്പ്, അതുമാണ് നോർമലി ഭയങ്കര നീറ്റായിട്ടുള്ളൊരു ഡ്രസ്സ്, ഒരുപാട് ടൈറ്റ് ഒന്നുമല്ല, ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഡ്രസ്സ്. ഇതിട്ടിട്ട് ഞാൻ കോളേജിലേക്ക് പോവാണ്. ഇപ്പോൾ ബസ്സിലിരിക്കുകയാണ്. ബസ്സിലിരുന്നിട്ട് കല്ലമ്പലം എത്തിയപ്പോൾ ആക്ച്വലി ബസ്സിൽ നിന്ന് വേറൊരാൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ അയാൾ ഇറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ബസ്സിലുള്ള എല്ലാവരും കേൾക്കെ പബ്ലിക്കലി വിളിച്ചു പറയുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ്. ഓക്കെ, എന്നെക്കുറിച്ച് അയാൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല ആ സമയത്ത് മേ ബി കാറ്റടിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ കുറച്ച് ഓപ്പൺ ആവുകയോ ചെയ്തതുകൊണ്ടാവും ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് ഭയങ്കര ലൂസായിരുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് പുറത്തേക്ക് വരികയും കുറച്ച് ഉള്ളിലേക്ക് മേ ബി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എനിക്കത് അറിയില്ല, ഞാനത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ബോധപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിനെപ്പറ്റി അയാൾ ഭയങ്കര മോശമായിട്ടൊരു കമൻറ്റ് പറയുകയും അത് പബ്ലിക്കലിയാണ് പറഞ്ഞത്. ബസ്സിലുള്ള എല്ലാ ആൾക്കാരും എന്നെ നോക്കാൻ തുടങ്ങി. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ തോന്നും. ബിക്കോസ് നമ്മൾ ബോഡിയെ പറ്റി ഒരു കമൻ്റാണ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരം ബോഡി ഇമേജ് ഇഷ്യൂസും കൂടി ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് ശരിക്കും ഇപ്പോഴും അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ട്രോമാറ്റിക് ആയിപ്പോവും. അന്നും എന്നെ ആക്ച്വലി അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്, അത്തരം കമൻസ് പാസ് ചെയ്തു പോയത്. അത്തരം ആൾക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്ന അത്തരം ആൾക്കാർക്ക് നമ്മൾ ഒട്ടും അറിയില്ല, നമ്മൾ വളർന്ന സാഹചര്യം അറിയില്ല, നമ്മൾ എങ്ങനത്തെ ഒരു ക്യാരക്ടറിലുള്ള ഒരാളാണെന്ന് അറിയില്ല. പക്ഷെ വളരെ റാൻഡമായിട്ട് ഇത്തരം കമൻസ് പാസ് ചെയ്തു പോകും, ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കും. ഇത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കാരണം തന്നെ എനിക്കൊരിക്കലും എൻ്റെ ബോഡിയിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്ന ഒരാളല്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഇത്തരം ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാനതിൽ നേരെ ഒരു ഫോക്കസ് പോയിരുന്നത് മറ്റ് കാര്യങ്ങൾ ലൈഫിലെ മറ്റ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ നോർമലി പോയിരുന്നത് ഒരു ഈറ്റിംഗ് ഡിസോർഡർ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്. ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ക്വാണ്ടിറ്റി ഒരുപാട് കഴിക്കുന്ന ഒരാളായിരുന്നില്ല, എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നില്ല. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ബോഡിയോട് തീരെ സ്നേഹം ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് എനിക്കിപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നുകയാണ് എനിക്ക് ഈ ഒരു ഫുഡ് കഴിക്കണം, അപ്പോൾ ആ ഒരു ഫുഡ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഫുഡ് കഴിക്കില്ല, അങ്ങനെയാണ് ഞാൻ എടുക്കുക. അതിൽ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നില്ല. ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണ്ട ബോഡിക്ക് എന്ന് തോന്നും. അതല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ബോഡീനെ പട്ടിണി കെട്ടിട്ട് ഏതെങ്കിലും ഒരു നേരം പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വലിച്ചു വാരി കഴിക്കാം. ഇങ്ങനത്തെ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ എൻ്റെ ഏറ്റവും സ്ട്രെസ് ബേസ്റ്ററായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം എനിക്ക് കോഫി കുടിക്കുക. കോഫി അങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. കോഫി അല്ലെങ്കിൽ കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കുടിച്ചുകൊണ്ടേ ഇരിക്കുക, അതും നന്നായിട്ട് മധുരം ചേർത്തിട്ട്.
അതിലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്ന ഒരാൾ. പിന്നീട് ഞാൻ ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ബോഡി ഇമേജ് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ മെൻ്റലി ഭയങ്കര ഓക്കെയാണ്, മെൻ്റലി ഭയങ്കര ബോൾഡാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സിങ്സിലൊക്കെ കുറച്ചൊരു ബോഹോ വൈബ് വരുത്താൻ നോക്കിയിട്ടുണ്ട്. അത് ജീൻസ് ആണ് നോർമലി ഇടുക, അതിന് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പ് ഇടും എപ്പോഴും. അതിൻ്റെ കൂട്ടത്തിൽ കയ്യിൽ കുറേ ബ്രേസ്ലെറ്റ്സ് പോലത്തുള്ള കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ അടുക്കിയിടും. അതിൻ്റെ ഫ്രീ ഹെയർ ആയിട്ട് എപ്പോഴും ഓപ്പൺ ഹെയർ ആയിട്ട് ഇടും. കണ്ണ് നന്നായിട്ട് ഡാർക്കായിട്ട് എഴുതും. അതാണ് ഞാൻ ആകെ ചെയ്യുക. ബിക്കോസ് ആ ഒരു കാര്യത്തിൽ മാത്രം, ആ ഒരു ഫീച്ചറിൽ മാത്രം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ കണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം. അപ്പോൾ കണ്ണ് നന്നായിട്ട് എഴുതും. ബാക്കിയുള്ളതൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഒന്നും കെയർ ചെയ്യാത്ത ഒരാളാണ് എന്നുള്ള തോന്നൽ ആക്ച്വലി വരുത്തിയെടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം, ഞാൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇങ്ങനെ എന്ന് ആണ് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റേ സക്സസ്ഫുള്ളായ, ഭയങ്കര സ്ലിമ്മായ, ഭയങ്കര ഐഡിയലായിട്ട് നമുക്ക് തോന്നുന്ന ബോഡിയുള്ളവർ, ഫേസ് ഉള്ളവരൊക്കെ അവരെന്തൊക്കെയോ ചെയ്തിട്ടാണ്, അവർ ഭയങ്കര ചീറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. അതിനകത്ത് ആക്ച്വലി സത്യസന്ധമായ കാര്യങ്ങളൊന്നുമില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ആൻഡ് ആ തോന്നലിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു. ഞാൻ ഭയങ്കര ബോൾഡായിരുന്നു, ഞാൻ തന്നെ വിശ്വസിച്ചിട്ട് അങ്ങ് ജീവിച്ചു. പക്ഷെ പിന്നീട് ആക്ച്വലി ഞാൻ ലൈഫിൽ സെറ്റിൽഡ് ആവുന്നു എന്ന് തോന്നുന്നൊരു സമയം, അതായത് നമ്മളുടെ മെൻ്റലി നമ്മളൊന്ന് സെറ്റിൽഡ് ആവുക, നമ്മൾ ഫിസിക്കലി നമ്മളൊന്ന് സെറ്റിൽഡ് ആവുക, അങ്ങനെ തോന്നുന്നൊരു സമയം. ആ സമയം എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നോർമലി ആൾക്കാരെ നമ്മളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് നമ്മളെക്കുറിച്ചൊന്നും പറയുന്നില്ല, നമ്മളെ കമൻറ്റ് ഒന്നും പാസ്സാക്കാൻ വേണ്ടിയിട്ട് പോലും ഉള്ള ഒരാളായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ശരിക്കും ഞാൻ എൻ്റെ ബോഡിയിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ വേണ്ടി തീരുമാനിച്ചത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നെ കണ്ടപ്പോൾ, കൊൽക്കത്തയിൽ വെച്ച് കണ്ടപ്പോൾ, അവൾ ആക്ച്വലി എൻ്റെ ബോഡി ഭയങ്കര നല്ലതായിരുന്നു എന്നും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നും അതിനെ കുറേ ആൾക്കാരൊക്കെ അഡ്മയർ ചെയ്തിരുന്നു എന്നും എന്നോട് പറയുകയാണ്. ആൻഡ് പുറത്തു നിന്നുള്ള ഒരാൾ പറയുമ്പോൾ എനിക്കത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് വാലിഡേഷൻ ഇല്ല. എൻ്റെ ഓർമ്മയിൽ തന്നെയാണെങ്കിൽ എൻ്റെ ഇത്രയും ഇൻസെക്യൂരിറ്റീസ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ അവൾ പറഞ്ഞതിൽ നിന്നാണ് ആക്ച്വലി ഞാൻ എൻ്റെ ബോഡിയിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ. ആദ്യമായി ഞാൻ എടുത്തൊരു കാര്യം എൻ്റെ ബോഡീനെ നന്നായി ഒബ്സർവ് ചെയ്യുക എന്നുള്ളതും അതിനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതുമാണ്. അങ്ങനെ ചെയ്തപ്പോൾ ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. ബോഡി ചെറുതായിട്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ അറ്റൻഷൻ അതിനെ കൊടുക്കാൻ തുടങ്ങിയതും അതിന് വേണ്ടതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയതും. അതിലെനിക്ക് ചേഞ്ച് കാണാൻ തുടങ്ങി. അതിൽ ചേഞ്ച് കണ്ടപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലും കൂടി അത് പരീക്ഷിക്കാൻ തുടങ്ങി. അതായത് സ്കിന്നിൻ്റെ കാര്യത്തിൽ, മൊത്തം അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ, ടോട്ടലി ഉള്ള നമ്മളുടെ ഓവറോൾ നമ്മളുടെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഞാനത് പരീക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ചും കൂടെ മുമ്പേ എനിക്കിത് പറ്റുമായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടാകുമായിരുന്നെങ്കിൽ. എനിക്ക് അത്തരം ഗൈഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ ബോഡീനെ ഏറ്റവും നന്നായി മനസ്സിലാക്കി അതിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി എനിക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യം, നമ്മളുടെ ബോഡീനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ നമ്മൾ തന്നെയാണ്. നമ്മളുടെ വെയിറ്റ് ലോസിൻ്റെ കാര്യമായിക്കോട്ടെ, നമ്മളുടെ സ്കിന്നിൻ്റെ കാര്യമായിക്കോട്ടെ, നമ്മളുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായിക്കോട്ടെ, ഏറ്റവും നന്നായി നമുക്ക് എന്തൊക്കെ ചേരും, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് തന്നെയാണ് അറിയുന്നത്. പക്ഷെ അതിന് കുറച്ചും കൂടി നമ്മൾ ബോഡീനെ സ്നേഹിച്ചുകൊണ്ട് വേണം എന്തെങ്കിലും മാറ്റം വരുത്താൻ. സ്നേഹിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മളത് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഉറപ്പായിട്ടും ബോഡി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. സ്കിന്നിനെ സ്നേഹിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ആക്ച്വലി തിരിച്ച് നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഞാൻ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ബോഡീനെ ഞാൻ കുറച്ചധികം മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് തിയററ്റിക്കലി കൂടി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതൊക്കെ ശരിയായിരുന്നു എന്ന് കുറച്ചും കൂടി എനിക്ക് ഉറപ്പിക്കാനാണ് ഞാൻ ചെയ്ത കോഴ്സ് വർക്കും ഇത്തരം കാര്യങ്ങളും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുംബൈയിലുള്ളൊരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, എന്നോട് ചോദിച്ചു, നിനക്ക് നിൻ്റെ ബോഡിയിൽ ആക്ച്വലി എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ ബോഡിയിൽ ഒരു ഇൻസെക്യൂരിറ്റീസും ഇല്ല. ഞാനത് പറയുമ്പോൾ 100% ഞാൻ ഷുവറാണ് എനിക്ക് അത്തരം ഇൻസെക്യൂരിറ്റീസ് ആ ഒരു സമയത്തില്ല. അതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഇതിനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന 2025 എന്തെങ്കിലുമൊക്കെ കുറവുകൾ എൻ്റെ സ്കിന്നിലോ
അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് വൈസോ എൻ്റെ ഡ്രസ്സിങ്ങിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നും എനിക്ക് സൂട്ടബിൾ ആവുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റുമെന്നും 100% എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് ഞാൻ ആ സമയത്ത് പറയുന്നത് എനിക്ക് ബോഡിയിൽ ഒരു ഇൻസെക്യൂരിറ്റീസും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നിങ്ങളെ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ബോഡി ഇമേജിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡീനെ അത്ര ഹാർഡായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റിലേക്ക് തള്ളിവിടരുത്, അത്ര ഹാർഡായിട്ടുള്ള രീതിയിലുള്ള സ്കിൻ കെയറിലേക്ക് തള്ളിവിടരുത്, അത്ര ഹാർഡായിട്ടുള്ള രീതിയിൽ സ്വയം ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് മൊത്തം ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലുള്ള ഒരു മാറ്റം വരുത്തരുത്. അതിന് പകരം നിങ്ങൾ കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ബോഡിക്ക് ആക്ച്വലി എന്തൊക്കെയാണ് ആവശ്യമെന്ന് കണ്ടിട്ട്, നിങ്ങളുടെ ബോഡിയിൽ ആക്ച്വലി എന്തൊക്കെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് കണ്ടിട്ട് അതിനെ ഒഴിവാക്കാൻ നോക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള എന്തൊക്കെ ശീലങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ അതിനെ മെല്ലെ മെല്ലെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കുക. ഇനി സ്കിന്നിൻ്റെ കാര്യമാണെങ്കിൽ സ്കിന്നിൻ്റെ ആക്ച്വലി എന്താണ് സ്കിന്നിൻ്റെ മേജർ ഇഷ്യൂ എന്ന് കണ്ടെത്താൻ നോക്കുക. അത് കണ്ടെത്തിയിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക. എന്താണ് നിങ്ങളുടെ സ്കിന്നിന് ആക്ച്വലി കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ചിട്ട് മാത്രം അതിനെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ബോഡിയിലെ ഏതൊക്കെ പോയിൻറ്റ്സിനെയാണ് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റൈലപ്പ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ആക്സസറൈസ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ബോഡീനെ പറ്റി ഒരു ധാരണ കിട്ടും, നിങ്ങളുടെ സ്കിന്നിനെ പറ്റി ഒരു ധാരണ കിട്ടും, നിങ്ങളുടെ ഓവറോൾ സ്റ്റൈലിനെ പറ്റി ഒരു ധാരണ കിട്ടും. അപ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ, നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്, നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും എൻഹാൻസ് ചെയ്യാം, നമുക്ക് വേണ്ടെങ്കിൽ അത് ചെയ്യേണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. ബിക്കോസ് നമുക്കറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഇത് ചെയ്താൽ എനിക്ക് ഇങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടും. അതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ബോഡിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ സ്കിന്നിലുള്ള ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ കംപ്ലീറ്റ് മേക്ക് ഓവറിലുള്ള ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉണ്ടായതാണ്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുണ്ടായതാണ്. പെട്ടെന്നൊരു ദിവസം ഇരുട്ട് വെളുത്തപ്പോൾ ഉണ്ടായതല്ല, ഗ്രാജ്വലി ഉണ്ടായൊരു പ്രോസസ്സാണ്. അത് എനിക്ക് സാധ്യമാവുമെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധ്യമാവുന്നൊരു കാര്യമാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ബോഡിക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി വിശ്വസിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, അതൊന്നും ചെയ്തത് കൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും, ആ സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അത് സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക. ഇനി ആരെങ്കിലും ആക്ച്വലി നിങ്ങളുടെ ബോഡിയെ, നിങ്ങളുടെ നിറത്തെ, നിങ്ങളുടെ ഓവറോളിലെ ലുക്കിനെ കളിയാക്കുകയാണെങ്കിൽ അവർ ആക്ച്വലി ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളും അത് വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ചേഞ്ചസ് അവർ കാണട്ടെ, ആ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുന്നതും അവർ കാണട്ടെ, അവരതൊക്കെ വിറ്റ്നസ് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ലവ് യു.